സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 2:10. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. സെഹിയാൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുലിഖിതമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അവിടെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് നിൻ്റെ ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ അറിവ് നിൻ്റെ ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുമെന്ന് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ജ്ഞാനം ലഭിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു മാർഗമാണ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനം വന്ന് നിറയും. ആ ജ്ഞാനം വന്ന് നിറയുമ്പോൾ നിനക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കും. ഈ അറിവിനനുസരിച്ച് നീ പ്രവർത്തിക്കുമ്പോൾ നിന്റെ ആത്മാവ് ആഹ്ലാദം കൊണ്ട് നിറയും. മാർഗം പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ഇഷ്ടിക അടുക്കുമ്പോൾ അത് കൃത്യം അടുക്കി കറയുന്നത് പോലെ, ഒരു മെഷീനാണെങ്കിൽ അതിലെ പല ഉപകരണങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് പോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നിനക്ക് ജ്ഞാനം തരും, ജ്ഞാനം നിനക്ക് അറിവ് തരും, അറിവ് നിൻ്റെ ആത്മാവിനെ ആഹ്ലാദിപ്പിക്കും, അറിവ് നിൻ്റെ ആത്മാവിനെ ആഹ്ലാദിപ്പിക്കും എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അട്ടപ്പാടി സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ ജോർജ് എന്ന പേരുള്ളൊരു സഹോദരൻ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഈ കരിസ്മാറ്റിക് സ്തുതിപ്പ്, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങൾക്ക് അത്തരത്തിൽ ബോധ്യമില്ലായിരുന്നു. എന്നാൽ വചനം കേട്ടിരുമ്പോൾ ജ്ഞാനം നിറഞ്ഞു. ജ്ഞാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അറിവായി രൂപാന്തരപ്പെട്ടു. ആ അറിവ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആഹ്ലാദകരമായ പലതിന് കാരണമായിട്ട് തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഇപ്പോഴൊന്ന് ശ്രവിക്കാം. എൻ്റെ പേര് ജോർജ്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. 10 വർഷം കഴിഞ്ഞിട്ടും ഈ ജോർജിന് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായിരുന്നില്ല. ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തിയായിരുന്നു? ട്രീറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. അതിനുശേഷം കുറേ പേര് പറഞ്ഞു ഞങ്ങൾ സഹിയോനിൽ പോയിട്ട് ഒരു ധ്യാനം കൂടണം. പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടന്നു നോക്കി. എന്നിട്ട് 10 വർഷമായിട്ട് മക്കൾ ജനിക്കുന്നില്ല. അപ്പോൾ ആരാണ് സഹിയോൻ ധ്യാനം കൂടാൻ ആരാ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരും ഭാര്യയുടെ വീട്ടുകാരുമായിരുന്നു. ഭാര്യയുടെ വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞ് അട്ടപ്പാടി സഹിയോൻ ഒരാഴ്ചത്തെ താമസിച്ച് ധ്യാനം കൂടാൻ വേണ്ടി ഒരു ഉപദേശം ലഭിച്ചു. എന്നിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈ കരിസ്മാറ്റിക് കൈവക്കി ദൈവത്തെ സ്തുതിക്കലും ചാട്ടവും തുള്ളലും ഒക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണ് പോകാനെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ മടിയുള്ള കുറേ ആൾക്ക് എന്നെ തിരുപ്പുണ്ട് ചേട്ടാ, ഒരു വിഷമം പറയാൻ. അതിനുശേഷം അളമുട്ടിയ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ മാതിരി ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി 2 കൗൺസിലിങ്ങിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ 2 മാസത്തിനുള്ളിൽ ഭാര്യ പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞു. കൗൺസിലിംഗ് സമയത്തെ. അപ്പോഴും എനിക്കൊരു സംശയം. എന്നാലും ഞാൻ വിശ്വസിച്ചു. തിരിച്ച് ധ്യാനമൊക്കെ കൂടി വീട്ടിൽ പോയി. ആദ്യത്തെ മാസത്തിൽ തന്നെ ഭാര്യ പ്രഗ്നന്റ് ആയി. യേശുവേ, യേശു അത്ഭുതം ചെയ്തായിരിക്കും. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ധ്യാനത്തിന് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനത്തിന് ഒച്ചയുള്ള സ്തുതിപ്പ്, ഒച്ചയുള്ള പ്രാർത്ഥന, ഡാൻസ്, ഇതൊന്നും ശരിയല്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ധ്യാനം കൂടി. കൗൺസിലിംഗ് സമയത്ത് കൗൺസിലർ പറഞ്ഞത് 2 മാസത്തിനുള്ളിൽ ഭാര്യ പ്രഗ്നന്റ് ആകുന്നതായി ഈശോ കാണിക്കുന്നു, കുഞ്ഞിനെ നൽകുന്നതായി കാണിക്കുന്നു. അത് മാത്രമല്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. നോർമൽ ഡെലിവറി നല്ല കർത്താവ് അനുഗ്രഹിച്ച്.
ഇപ്പൊ ശരിക്കും കരിസ്മാറ്റിക് ധ്യാനം നല്ല ഇഷ്ടമായോ? തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. എനിക്ക് മുഖപരിചയമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീർച്ചയായിട്ടും നല്ലൊരു അഭിഷേകങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറയുന്നത് നമുക്കൊരു മുൻവിധി ഉണ്ടായിരുന്നു, ആ മുൻവിധി അങ്ങോട്ട് മാറണം. എന്തായാലും വന്നു കഴിയുമ്പോൾ ദൈവം ശരിക്കും അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. കരിസ്മാറ്റിക് നവീകരണം എന്നുള്ള ബോധ്യം ലഭിച്ച് അനുഗ്രഹിച്ചു. ഇപ്പൊ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ നല്ല ഒരു സന്തോഷം. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഞാൻ സ്തുതിക്കുന്നു. വായ തുറന്ന് ഉച്ചത്തിൽ ദൈവത്തെ യേശുവിനെ വിളിക്കുകയും മറ്റുള്ളവരോട് ഞാനത് പറയുകയും ചെയ്യാറുണ്ട്. അപ്പൊ ആ ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ അനേകരും അത് പറയാനും തുടങ്ങി. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കൈകളടിച്ച് പാട്ട് പാടി കർത്താവിനെ ആരാധിക്കാം. കൈകൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. കൈകൾ വീശി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന സ്തുതി രാജാവിനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങൾ 2:10 നിറവേറുകയാണ്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ, കൗൺസിലേഴ്സിനെ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ദാസനിലേക്ക് വന്ന് നിറഞ്ഞു. ആ ജ്ഞാനം ഒരു അറിവായി രൂപാന്തരപ്പെട്ടു. ആ അറിവ് ആ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കുഞ്ഞായി കർത്താവ് ഇടപെട്ടു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലുള്ള ദൈവവചന ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനമാണ് വന്ന് നിറയണത്. നമ്മൾ കാണാത്ത വിധം ജ്ഞാനമാണ് വന്ന് നിറയണത്. ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞാൽ അത് അറിവായി രൂപാന്തരപ്പെടും. അത് നിൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ആഹ്ലാദാരവങ്ങൾ ഉയരാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണമായി തീരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നമുക്ക് ചാടി എഴുന്നേക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ, ഇപ്പോൾ ഈ വചനം ശ്രവിക്കുമ്പോൾ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 11-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുക. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. വചനത്തോടൊരു അഭിലാഷം, വചനത്തോട് ഒരു അഭിനിവേശം, വചനത്തോടൊരു അഭിലാഷം, അത് ഒരുപാട് തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആഗ്രഹത്തിന് അനുസരിച്ച് സ്വരം ഉയർത്തി ഒരുമിച്ച് ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ ആരാധന. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുമ്പിലോ ടിവിക്ക് മുൻപിലോ മൊബൈൽ ഫോണിലൂടെ എല്ലാ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചനത്തോടൊരു ദാഹം നിറയട്ടെ, വചനത്തോട് അഭിനിവേശം നിറയട്ടെ, വചനത്തോട് അഭിലാഷം നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. വചനം കേൾക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും കെട്ടുകളും ഈശോമിശിഹായുടെ നാമത്തിൽ അഴിയട്ടെ. ഓ കർത്താവായ ദൈവമേ, എല്ലാ മന്ദതയും മരവിപ്പും ഉറക്കവും ക്ഷീണവും എല്ലാ തരത്തിലുള്ള എതിർ ചിന്തകളും യുദ്ധചിന്തകളും ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. പരിശുദ്ധാത്മാവ് ദൈവമേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവ് ദൈവമേ വ്യാപരിക്കണമേ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കണമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരെ അനുഗ്രഹിക്കണമേ, പാപത്തിൽ മുഴുകിയിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഈ വചനം ഏതെങ്കിലും ഇഷ്ടമുണ്ടായിട്ട് ഇഷ്ടമില്ലാതെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. ഒരു പുതിയ ദൂത്, ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ അവിടുന്ന് നൽകണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. നമുക്കിരിക്കാം, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നീ ദൈവത്തിന് പ്രീതികരനാണോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിന് 48-ാമത്തെ അധ്യായത്തിന് 16-ാമത്തെ ലിഖിതം. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു, മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. പറയാം ഹല്ലേലൂയ. ചിലർ ദൈവത്തിന് പ്രിയങ്കരനായി, ദൈവത്തിന് പ്രീതികരനായി ജീവിച്ചപ്പോൾ മറ്റു ചിലർ പാപത്തിൽ മുഴുകി ജീവിച്ചു.
അപ്പോൾ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ ദൈവത്തിന് പ്രീതികരല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു തരത്തിലുള്ള ഉൾപ്പൊരുൾ. അതിന് വചനം നിന്നോട് ചോദിക്കുകയാണ്, നീ കർത്താവിന് പ്രീതികരനാണോ? എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ കർത്താവിന് പ്രീതികരമായി തീരുന്നതെന്ന് നമുക്കറിയാം. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ അവൻ കർത്താവിന് പ്രീതികരനായി തീരുക. ഇവൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണെന്ന് അപ്പൻ എങ്ങനെയാണ് കുഞ്ഞിനെക്കുറിച്ച് പറയുക? അവൻ അപ്പൻ പറയുന്നതിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. സ്വർഗസ്ഥനായ പിതാവ് പ്രിയപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്താ കാരണം? യേശുക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് വ്യാപരിച്ചപ്പോഴെല്ലാം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു. അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംഗതിയാണ് പാപം ഉപേക്ഷിക്കണം, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം, ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ പ്രവർത്തിക്കണം. എങ്ങനെയാണ് ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക നമുക്കറിയാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവഗതം മനസ്സിലാക്കാൻ സാധിക്കും, വചനം കേൾക്കുമ്പോൾ ദൈവഗതം വെളിപ്പെട്ട് കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിന് വിശുദ്ധി ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലെ വചനം നമുക്കറിയാം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവാൻ, അപ്പോൾ നല്ലതും പ്രീതിജനകമായ ഏതെന്ന് വിവേചിച്ചറിയാൻ നിനക്ക് സാധിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൽ മുഴുകാതെ പ്രാർത്ഥനയിലും വചനത്തിലും വിശുദ്ധിയിലും ഒരു വ്യക്തി കത്തിച്ചൊലിക്കുമ്പോൾ, സഭയുടെ പ്രബോധനങ്ങളെ അടിയുറച്ച് നിലനിൽക്കുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ, ആ വ്യക്തി ദൈവത്തിന് പ്രീതികരനായ വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന് പ്രീതികരനായ വ്യക്തിയായി മാറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തിന് പ്രിയങ്കരനാണെങ്കിൽ, നീ ദൈവത്തിനൊരു പൊന്നോമന മകനാണെങ്കിൽ, നീ ദൈവത്തിനൊരു പൊന്നോമന മകളാണെങ്കിൽ, നീ ദൈവത്തിന് പ്രീതികരനായി ജീവിക്കുന്ന ദൈവവൈതലാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ഒന്നാമത്തെ കാര്യം, അത് പ്രഭാഷക പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ ശത്രുക്കളെ കർത്താവ് തകർത്ത് കളയും. കർത്താവിന് പ്രീതികരനായി ജീവിക്കുന്നവൻ്റെ ശത്രുക്കളെ കർത്താവ് തകർത്ത് കളയും. അതെവിടെ വായിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാമത്തെ അധ്യായത്തിൻ്റെ 21, 22 തിരുലിഖിതങ്ങൾ, കർത്താവ് അസീറിയക്കാരുടെ പാളയം തകർത്തു, അവിടുത്തെ ദൂതൻ അവരെ മായ്ച്ചു കളഞ്ഞു. എന്തെന്നാൽ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയ, എന്താണ് ഹെസക്കിയയുടെ പ്രത്യേകത? ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചു. ദൈവം എന്തരുളി ചെയ്യുന്നു, അവിടുന്ന് ആമോസ് തൂക്കാട്ട് പിടിച്ചിരിക്കുന്ന വചനത്തിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഉന്നതനും വിശ്വാസനുമായ ദർശനത്തോട് കൂടിയവനുമായ യേശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് അവൻ തൻ്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ, നീ പ്രബോധനങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ, നീ തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, നീ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോൾ, നിന്റെ അധികാരികൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ താക്കീതിൽ നീ കേൾക്കുമ്പോൾ, വാസ്തവത്തിൽ നീ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലാണ്. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് കർത്താവ് പറയാണ്, അസീറിയ രാജാവ് ഹെസക്കിയായ്ക്കെതിരെ വരുമ്പോൾ, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്കെതിരെ വരുമ്പോൾ, കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി ഹെസക്കിയായ്ക്ക് വേണ്ടി അസീറിയക്കാരെ പാളയം മുഴുവൻ തകർത്ത് കളഞ്ഞു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. യേശയ്യാ കർത്താവ് പറയുന്നുണ്ട്, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും. നിനക്കെതിരെ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് തരത്തിലുള്ള പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾ, തിരമാലകൾ അല്ലറി അടിക്കുന്ന പോലെ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ ടെൻഷൻ പിടിക്കരുത്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നിൽക്കരുത്, ഈ അപ്രതീക്ഷിതമായത് എന്തോ കണ്ടതുപോലെ നീ സ്തംഭിച്ച് നിൽക്കരുത്. കാരണം നീ ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആറ്റുതീരത്ത് നടപ്പെട്ട മരം പോലെ നീ അങ്ങനെ നിലനിൽക്കുക. എന്തുകൊണ്ടെന്നാൽ നിനക്ക് വേണ്ടി കർത്താവ് പൊരുതും. എന്നെ പ്രിയപ്പെട്ട പഴയ നിയമത്തിനും പുതിയ നിയമത്തിൽ നോക്ക്, പൗലോസ് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ ആദിമസഭയിലെ പീഡനത്തിന്റെ കാലഘട്ടത്തിൽ ഈ പൗലോസിനെ വേണ്ടി ആരാണ് പൊരുതിയത്? സ്വർഗത്തിൽ മാലാഖമാരെ ദൂതന്മാരെ ഇറങ്ങി പൊരുതിയില്ലേ?
പഴയ നിയമത്തിൽ ഒരുപാട് തരത്തിലുള്ള ശത്രുക്കൾ ഇസ്രായേൽക്കാർക്കെതിരെ, സിറിയക്കെതിരെ, സമരിയയ്ക്ക് പല തരത്തിലുള്ള ആക്രമണങ്ങളായിട്ട് വരുമ്പോൾ എൻ്റെ സഹോദരൻ ആരാണ് പൊരുതിയത്? അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സൈന്യമല്ലായിരുന്നു പൊരുതിയത്. സന്തോഷത്തോടെ പറയാം ഹാലേലിയ. അതുകൊണ്ട് നീ ദൈവത്തിന് പ്രീതികരനായ ദൈവമാണെങ്കിൽ ഒന്നാമത്തെ വെച്ചാൽ നിന്റെ ശത്രുക്കളെ കർത്താവ് തകർത്ത് കളയും. കർത്താവ് നിന്റെ കൂടെ നിന്ന് പൊരുത്തും. ഇന്ന് ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ നിനക്കെതിരെ വരുമ്പോൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നീ കടന്നു പോകുമ്പോൾ, ദൈവം നിന്നെ സഹായിക്കുന്നതിൻ്റെ തോന്നൽ നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ആത്മശോധന ചെയ്യണം. നീ ആയിരുന്ന കാലത്ത് ദൈവത്തിന് പ്രീതികരവും ദൈവത്തിന് ഇഷ്ടവുമായ കാര്യങ്ങൾ ചെയ്താണ് നീ ജീവിച്ചത്. ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിക്കുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ മെച്ചം, അവൻ കർത്താവിൻ്റെ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. അവൻ കർത്താവിന് സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. അതെവിടെ വായിക്കുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുലിഖിതം. അവിടെ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്: കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്, അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. നീ ദൈവസന്നിധിയിൽ കർത്താവിന് പ്രീതികരനായി ശുശ്രൂഷ ചെയ്യുന്ന ദൈവ പൈതലാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, നീ കർത്താവിന് സ്വീകാര്യനാണ് എന്ന് മാത്രമല്ല, നിന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ആ സെക്കൻഡ് ഈശോയുടെ കാതുകളിൽ എത്തുന്നു. സ്വർഗം തുറക്കപ്പെടുന്ന പ്രാർത്ഥനയായിട്ട് മാറ്റപ്പെടുന്നു. ബൈബിളിൽ ഹെസക്കിയ എന്ന് പറയുന്ന ആ രാജാവിനെ കുറിച്ച് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഹെസക്കിയ മരണത്തോടടുത്ത് ഏശയ്യാ പ്രവാചകൻ വന്നിട്ട് നീ മരിക്കും എന്നുള്ള കാര്യം പോലും അറിയിച്ചു. അപ്പോൾ ഹെസക്കിയ ചുമരിലോട്ട് തിരിഞ്ഞു നിന്ന്, കർത്താവ് ഈ ഭൂമിയിൽ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് നന്മ പ്രവർത്തിച്ച കാര്യങ്ങൾ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ അവൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. എന്നിട്ട് കർത്താവിന് ആയുസ് ദീർഘിപ്പിച്ച് കൊടുത്തെന്ന് വചനം വെളിപ്പെടുത്തുക. ഇതേ ഹെസക്കിയ രാജാവിനെ കുറിച്ച് തന്നെ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ, പ്രാർത്ഥിച്ച അടുത്തൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ജീവിച്ചിരുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഹൃദയവും അനുസരിച്ച് നീ ദൈവത്തിന് പ്രീതികരനായ ദൈവവൈദ്യനായിരുന്നോ എന്ന് നീ നന്നായി ആത്മശോധന ചെയ്യണം. ബലിപീഠം ഒരുക്കി വെച്ചിട്ട് ഏലിയ പ്രാർത്ഥിച്ച തീരും മുൻപേ ഉത്തരം വന്നില്ലേ? സ്വർഗ്ഗത്തിൽ അഗ്നി ഇറങ്ങി ബലിപീഠത്തിൽ നിന്ന് കാഴ്ച വസ്തുക്കൾ ദഹിപ്പിച്ച് കളഞ്ഞില്ലേ? ഈശോ ലാസറിന്റെ കുഴിമാടെന്ന് പ്രാർത്ഥിച്ച ക്ഷണത്തിൽ സ്വർഗത്തിൽ നിന്ന് പിതാവിന് ഇടപെടലുണ്ടായില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ കൽപ്പന, തിരുസഭയുടെ പ്രബോധനങ്ങൾ ഇതെല്ലാം അനുസരിക്കുമ്പോൾ നീ ദൈവത്തിന് പ്രീതികരനായി ദൈവവൈതലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഥ പറയാണ്, ചിലർ ദൈവത്തിന് പ്രീതികരനായി ജീവിക്കും, ചിലർ പാപത്തിൽ ജീവിക്കും. അപ്പോൾ നീ കർത്താവിനെ പ്രീതികരനാണോ ഇല്ലയോ എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട സംഗതിയാണ്. കർത്താവിനെ പ്രീതികരനായി ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ കാണുന്ന മൂന്നാമത്തെ സംഗതിയുണ്ട്. അതാണ് സഹോദരങ്ങളെ, തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിക്കും. ജ്ഞാനം 4:14 കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. നീ കർത്താവിന് ഇഷ്ടം നിറവേറ്റുന്ന, കർത്താവിന് പ്രീതികരനായ വചനം പാലിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പാപത്തിൻ്റെ കഠിനമായ പ്രലോഭനത്തിലൂടെ കടന്നു പോകുമ്പോൾ, നീ തിന്മയുടെ കൂട്ടിൽ കൊണ്ടുപോയി ചേർന്ന് വീഴുന്ന ചില സാഹചര്യം വരുമ്പോൾ ദൈവം ദൂതനെ അയച്ച് ദൈവം നേരിട്ട് ഇടപെട്ട് രക്ഷിച്ചു കൊണ്ടുപോകും. പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ് കർത്താവിന് പ്രീതികരമായ കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് ആ പൊത്തിഫാറിന്റെ ഭാര്യയുടെ മുൻപിൽ നിന്ന് ദൈവം അവനെ രക്ഷിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ കടുത്ത പ്രലോഭനം കൊണ്ട് കടന്നു പോകുമ്പോൾ നീ ചടപൊടുന്ന് വീണ് പോകുന്ന ദൈവവൈതലാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റ് ദൈവത്തിൻ്റെ പ്രീതികരനായി ജീവിക്കുന്ന വ്യക്തിയാണോ എന്ന് നീ വീണ്ടും ആത്മശോധന ചെയ്യണം. പറയാ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രീതികരനായി ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതം സംഭവിക്കുന്ന നാലാമത്തെ ഒരു ബ്ലെസ്സിംഗ് ഉണ്ട്. ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങും. അതെവിടെ കാണുന്നത്? അത് നമ്മൾ വായിക്കുന്ന സുഭാഷിതം 16-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതത്തിലാണ്. സുഭാഷിതങ്ങൾ 16:7 ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങി കഴിയും എന്ന് പറഞ്ഞാൽ, നീ ഇന്ന് കർത്താവിന് പ്രീതികരമല്ലാത്ത ഒരു ജീവൻ നയിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. അന്ന് വരെ നിന്റെ ശത്രുക്കളായിരുന്നവർ ഇണങ്ങി കഴിയുമെന്ന് വചനം വെളിപ്പെടുത്തുക. ബൈബിളിൽ 100 കണക്കിന് സംഭവങ്ങളുണ്ട്. ദാവീദ് ദൈവത്തിന് പ്രീതികരമായി വഴിയായി മാറിയപ്പോൾ, അവന് നടന്നപ്പോൾ സാവൂൾ ദാവീദിനോട് ഇണങ്ങിയെന്ന് ബൈബിളിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ്, പഴയ നിയമത്തിൽ യാക്കോബ് ദൈവത്തിന് പ്രീതികരമായി വഴിയെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഏസാവ് യാക്കോബിനോട് ഇണങ്ങിയെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്.
അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നീ പ്രീതികരനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളുടെ കലവറ തുറന്നു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന് സ്ഥലം 2 കരങ്ങളും ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിച്ച് സ്വർഗത്തിന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഓരോ ദാസന്മാർക്ക് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ശരീരത്തിന് വിശുദ്ധി പാലിച്ച്, വചനങ്ങൾ പാലിച്ച്, തിരുസഭയുടെ പ്രബോധനങ്ങൾ പാലിച്ച്, പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ, വിശുദ്ധിയിലൂടെ എല്ലാം ദൈവത്തിൻ്റെ പ്രീതികരമായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ഓരോ ദാസന്മാരെ അനുഗ്രഹിക്കണമേ. അതുവഴി ഇവരുടെ ജീവിതത്തെ ദൈവം ഒരിക്കൽ തരുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കാൻ ഇടവരട്ടെ. എല്ലാ പൈശാചിക വീടുകളും അന്ധകാര വീടുകളും യേശു നാമത്തെ ഓരോ വ്യക്തിയും വിട്ടുമാറി പോകട്ടെ. ക്രമം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, വചനം നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, സ്നേഹം നിറയട്ടെ, കൂട്ടായ്മ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പ്രീതികരനായി ജീവിച്ച് നീ ഒരു അനുഗ്രഹമായി മാറുക. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. കർത്താവായ ദൈവമേ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയ അനുഗ്രഹിച്ച ഒരുപാട് വ്യക്തികളുണ്ടല്ലോ. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ ജീവിതം ക്രമപ്പെടുത്തിയത് കൊണ്ട് യോദ്ധാം പ്രബലനായി തീർന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് പ്രീതികരനായി ജീവിക്കുന്നവൻ്റെ മേൽ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ തക്കവിധം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങൾ തീരുമാനമെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഈ നിമിഷങ്ങൾ തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും കർത്താവ് ഇടപെടും. ഈ നിമിഷങ്ങൾ തീരുമാനമെടുക്കുന്ന കുടുംബങ്ങളിൽ അനേകം വ്യക്തികളിൽ നിന്ന് അനേകം തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, രോഗപീഠകൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതങ്ങൾ ഒഴിഞ്ഞു പോകും. കർത്താവ് പോരാടുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കും. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ജീവിതത്തെ ക്രമപ്പെടുത്താൻ തീരുമാനമെടുത്തേക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ ഇപ്പോൾ ദൈവത്തിന് അനുഗ്രഹം വിറ്റുമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. സാത്താൻ കൂട്ടങ്ങൾ വിട്ടുപോകട്ടെ. പൈശാചിക ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ. ശക്തമായ കൃപ ലഭിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് പ്രാർത്ഥനകൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാകട്ടെ. ഓ കർത്താവ് ദൈവമേ, ശത്രുതയിൽ ഇരിക്കുന്നപ്പോൾ വിട്ടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഐക്യത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. കർത്താവ് ഐക്യത്തിൻ്റെ ആത്മാവ് നിറയട്ടെ. കർത്താവ് ആരും സഹായത്തില്ലാത്തവർക്ക് സ്വർഗ്ഗ ദൂതന്മാരെ ഇപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, ആരാധന.